ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്നവർക്ക് വേണ്ടി ഒരു കൈത്താങ് എന്നുള്ള നിലയിൽ DYFI നടത്തുന്ന ഈ പറയുന്ന പോർക്ക് ചലഞ്ച് എന്ന് പറയുന്നത് അതിനെ വിമർശിച്ചും അംഗീകരിച്ചുകൊണ്ട് അതിനെ അനുകൂലിച്ചുകൊണ്ടും ഒരുപാട് കാര്യങ്ങളാണ് അല്ലെങ്കിൽ വാർത്തകളാണ് ഈ പറയുന്ന നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അതിൽ സമസ്ത നേതാവ് പറഞ്ഞിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ, അല്ലെങ്കിൽ ലീഗുകാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിക്കാരുടെ കുറച്ചധികം പോസ്റ്റുകൾ, ഇതിനൊക്കെ എതിരായിട്ട് നമ്മുടെ MLA ആയിട്ടുള്ള KT ജലീൽ പറഞ്ഞിട്ടുള്ള കുറച്ച് അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള വാക്കുകൾ, അതാണ് എനിക്ക് ഏറെ ഇതിനകത്ത് പ്രസക്തമായിട്ട് തോന്നിയെന്ന് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അതായത് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഏറെ ഈ പറയുന്ന സമസ്ത നേതാവ് അടക്കം പറഞ്ഞൊരു കാര്യം എന്ന് പറയുന്നത്, വയനാട്ടിൽ ഈ പറയുന്ന ദുരിതബാധിതർ അല്ലെങ്കിൽ അതിൽ മരണപ്പെട്ടവരിൽ ഒരുപാടധികം ആൾക്കാർ ഈ പറയുന്ന പന്നിയിറച്ചി ഹറാമായിട്ടുള്ള ആൾക്കാരാണ്, അല്ലെങ്കിൽ നിഷിബ്ധമായിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് സഹായം ചെയ്യുന്ന സമയത്ത് ഈ ഇറച്ചി തന്നെ ഭക്ഷണമായിട്ട് കൊടുത്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന പൈസ കൊണ്ട് അവർക്ക് കൊടുക്കുന്നത് വളരെയധികം എന്ന് പറയുന്നത് അവരെ അവഹേളിക്കുന്നതിന് തുല്യമാണ്. ഇത്തരത്തിലൊക്കെ ഈ പറയുന്ന പലരുടെയും പോസ്റ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം ചോദിക്കുന്ന ചില ക്വസ്റ്റ്യങ്ങൾ ഏറ്റവും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതായത് നമുക്കറിയാവുന്ന കാര്യമാണ്, വടക്കേ ഇന്ത്യയിലേക്ക് പോകുന്ന സമയത്ത് ഈ പറയുന്ന ഗോമാത ഇറച്ചി എന്നൊക്കെ പറയുന്ന കാര്യം, അല്ലെങ്കിൽ ബീഫ് പോലുള്ള കാര്യങ്ങളൊക്കെ കഴിക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അതിനെ മൃഗങ്ങളെ കൊല്ലുകയൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ തല്ലിക്കൊല്ലുന്ന രീതിക്ക് കുറച്ച് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമുക്കറിയാവുന്ന കാര്യമാണ് ഭക്ഷണത്തിൻ്റെ പേരിൽ. അപ്പം അത് നടക്കുന്ന സമയത്ത് അവരെ ഭയങ്കരമായിട്ട് ചീത്ത വിളിച്ചുകൊണ്ട് നടക്കുന്ന ഇവരാണ് ഈ പറയുന്ന ഇപ്പം പോർക്ക് നിഷിബ്ധമാണ്, അല്ലെന്നുണ്ടെങ്കിൽ അത് കഴിക്കാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് മറ്റൊരു ആഹാരത്തിന് വിരുദ്ധമായിട്ട് നിൽക്കുന്നത്. അതെന്ത് വിരുദ്ധാഭാസമാണ് അല്ലെങ്കിൽ വിരോധാഭാസമാണെന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരിയായിട്ടുള്ള കാര്യമായിട്ടാണ് എനിക്കും അതിൽ തോന്നിയെന്ന് പറയുന്നത്. പിന്നെ അദ്ദേഹം തന്നെ പറയുന്ന മറ്റു ചില കാര്യങ്ങളെന്ന് പറയുന്നത്, അതായത് ഈ പറയുന്ന പലിശ അതെന്ന് പറയുന്നത് ഈ പറയുന്ന ഇസ്ലാമിക പ്രകാരം അത് ഏറ്റവും നിഷിദ്ധമായിട്ടുള്ള കാര്യമാണ്, അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള കാര്യമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരെ തരുന്ന ഈ പറയുന്ന സംഭാവനകൾ എന്തുകൊണ്ട് സ്വീകരിക്കുന്നു? അപ്പോൾ അതും വയനാട്ടുകാർക്ക് നിഷിദ്ധമായിട്ടുള്ള കാര്യമല്ലേ? ഇനി അടുത്തതെന്ന് പറയുന്നത് ഈ പറയുന്ന മദ്യം പോലുള്ള കാര്യങ്ങൾ ഏറ്റവും ഹറാമായിട്ടുള്ള കാര്യങ്ങളാണ്, സ്വർഗം പോലെ നിഷേധിക്കുന്നൊരു കാര്യമാണ്. അപ്പം അതും ഈ പറയുന്ന ഇതിൻ്റെ ഭാഗമായിട്ടുള്ള, അപ്പം അതിനെയൊക്കെ എത്രമാത്രം ഇവർ നിരോധിക്കുകയും അല്ലെങ്കിൽ അവഹേളിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും വലിയൊരു ക്വസ്റ്റ്യൻ ചിഹ്നമാണ്. അപ്പം നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞാൽ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്. നമുക്ക് കൃത്യമായിട്ടൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ആ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് നമുക്ക് ഈ പറയുന്ന നമ്മുടെ പൗരൻ അല്ലെങ്കിൽ ഈ പറയുന്ന രാജ്യത്ത് കഴിയുന്ന ഏതൊരാൾക്കും ചില മൗലിക കടമകളുണ്ട്, അല്ലെങ്കിൽ മൗലിക കർത്തവ്യങ്ങളുണ്ട്. എല്ലാ കാര്യങ്ങളും ഫണ്ടമെൻ്റൽ റൈറ്റ്സ് നമുക്ക് നൽകുന്നുണ്ട്. അതനുസരിച്ച് നമുക്ക് ഏത് മതത്തിൽ വിശ്വസിക്കണം, ഏത് മതവുമായിട്ട് മുന്നോട്ട് പോകണം, നമ്മുടെ വ്യക്തി സ്വാതന്ത്ര്യം, ഇങ്ങനെ കുറച്ചധികം കാര്യങ്ങളുണ്ട്. അപ്പം അതിനെയൊക്കെ കൃത്യമായിട്ട് വിലങ്ങുതടിയിടുന്ന അല്ലെങ്കിൽ കൂച്ചണിയിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് ഇവർ ഈ പറയുന്നത്. ഏത് ഭക്ഷണം കഴിക്കണം എന്നുള്ളത് നമ്മുടെ മൗലിക അവകാശമാണ്. അതിനൊന്നും ചോദ്യം ചെയ്യേണ്ട അവകാശം ഒരാൾക്കാർക്കും ഇല്ല. അപ്പം DYFI എന്ന് പറയുന്ന ആ പ്രവർത്തകർ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു ഏതെങ്കിലും ഒരു മതത്തിൽ പ്രത്യേകമായിട്ട് വിശ്വസിച്ച് അല്ലെങ്കിൽ പ്രവൃത്തി നടത്തുന്ന ആൾക്കാരല്ല. അവർക്കെന്ന് പറയുന്നത് മതം അങ്ങനെയുള്ള കാര്യങ്ങളില്ല. അവർക്ക് രാഷ്ട്രമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, അവരുടെ പ്രവർത്തനമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു സംഘടന കൂടിയാണ് അവരുടേതെന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനകത്ത് പോർക്ക് എന്ന് പറയുന്നൊരു കാര്യം അല്ലെങ്കിൽ ഭക്ഷണം മുന്നോട്ട് വെച്ചത് കൊണ്ട് തന്നെ അവരെ ഈ പറയുന്ന ക്വസ്റ്റ്യൻ ചെയ്യേണ്ട, അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തെറ്റാണെന്ന് വീക്ഷിക്കേണ്ട കാര്യമില്ലെന്ന് തന്നെയാണ് നമ്മുടെ മന്ത്രി KT ജലീൽ പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. കാരണം ഈ പറയുന്ന മറ്റൊരു വിഭാഗം ഈ പറയുന്ന ഏതെങ്കിലും ഒരു ഇറച്ചി കഴിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ മാംസമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന സമയത്ത് അതിന് ഈ പറയുന്ന അവർ ചെയ്യുന്നത് തെറ്റാണെന്ന് പറയുകയും സ്വന്തം കാര്യം വരുന്ന സമയത്ത് വീണ്ടും അതിൻ്റെ തലതിരിച്ച് പറയുകയും ചെയ്യുന്നത് ശരിയല്ലല്ലോ. നിയമം അല്ലെങ്കിൽ ഈ കാര്യങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നമ്മൾ കഴിക്കുന്നില്ലെങ്കിൽ കഴിക്കണ്ട, പക്ഷെ മറ്റുള്ളവർക്ക് ഈ പറയുന്ന ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ്. ഈ പറയുന്ന നമ്മുടെ രാഷ്ട്രം എന്ന് പറയുന്നത് ഹിന്ദു ആയാലും ഈ പറയുന്ന മുസ്ലിം ആയാലും ക്രിസ്ത്യൻ ആയാലും ഒന്നിച്ച് കഴിയുന്ന ഒരു രാഷ്ട്രമാണ്. അല്ലെ പ്രത്യേകിച്ച് ഇതിൽ ഏതെങ്കിലും ഒരു മതവിഭാഗത്തിൻ്റെ മാത്രമായിട്ടുള്ള ഒരു രാഷ്ട്രമായിട്ട് ഇതുവരെ അംഗീകരിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ഇനി അംഗീകരിക്കാനും പോകാത്തൊരു രാഷ്ട്രം തന്നെയാണ് നമ്മുടെ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരു രാഷ്ട്രത്തിൽ ഈ പറയുന്ന ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഭക്ഷണങ്ങൾ കാണും, ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാത്ത ഭക്ഷണങ്ങൾ കാണും. അത് അവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളാണ്. ആ ഇഷ്ടങ്ങളെ എതിർക്കുക അല്ലെങ്കിൽ മറ്റൊരു കാര്യങ്ങൾ പറഞ്ഞ് അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കാൻ ആർക്കും ഇവിടെ ഒരു തരത്തിലുള്ള അവകാശങ്ങളും ഇല്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ എന്ന് പറയുന്നത്. അപ്പം ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ചുമ്മാതെ മതത്തിനെ കുത്തി നിറയ്ക്കുന്നത്, നമ്മൾ കുടിക്കുന്ന വെള്ളത്തിലും ഈ പറയുന്ന ശ്വസിക്കുന്ന വായുവിലും എല്ലാത്തിലും മതത്തിനെ കുത്തി നിറയ്ക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗത്തിന് നമുക്ക് ഏതൊരു പ്രവൃത്തിയിലും കാണാൻ കഴിയുന്ന കാര്യമാണ്. ഇപ്പോൾ ഈ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പറയുന്ന നമുക്കറിയാവുന്ന കാര്യമാണ് നിസ്കരിക്കുക എന്ന് പറയുന്ന പ്രാർത്ഥനാലയം, അങ്ങനെ ഒരു കാര്യവുമായിട്ട് ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ഒട്ടനധികം. ഇപ്പം കോളേജിലായിരുന്ന ആദ്യം ഒരു പ്രശ്നം നടന്നതെന്ന് പറയുന്നത്, പിന്നീട് സ്കൂളിൽ വേണം പ്രാർത്ഥിക്കാനായിട്ട് ഒരു സ്ഥലം വേണമെന്നുള്ള രീതിക്ക്. അപ്പോൾ എല്ലാത്തിലും ഈ പറയുന്ന ജാതി മതം ഇങ്ങനത്തുള്ള കാര്യങ്ങളെല്ലാം കൂടെ കൂട്ടിക്കലർത്തി എല്ലാവരെയും തമ്മിൽ അടുപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു വിഭാഗം കൃത്യമായിട്ട് നിലനിൽക്കുന്നുണ്ട്. ഇതിനെതിരെ നമ്മളെല്ലാവരും ഒന്നിച്ച് തന്നെ ശക്തമായിട്ട് പ്രതികരിക്കേണ്ടുള്ള സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് തന്നെയാണ് പറയാനുള്ളതെന്ന് പറയുന്നത്. അപ്പം ഈ ദുരിതബാധിതർക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമ്പോഴത്തേക്ക് അതിനകത്ത് ആ വിൽക്കുന്ന മാംസത്തിനെയോ അല്ലെങ്കിൽ ആഹാരത്തിനെയോ ഈ ഒരു കാര്യത്തിലേക്ക് കൂട്ടിക്കൊഴിക്കേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് എൻ്റെ ഈ ഒരു അഭിപ്രായം.